ഹലോ, അപ്പോൾ നമുക്ക് കുത്തിരിയും കൊണ്ട് ചോറുണ്ടാലോ? അല്ല കേട്ടോ, നമുക്കൊന്ന് കുത്തിരിയും കൊണ്ട് എന്താക്കാം, പുട്ടുണ്ടാക്കാം. അപ്പോൾ നമ്മൾ നല്ലോണം തിളച്ച വെള്ളത്തിൽ നമ്മൾ കുത്തിരി ഒന്ന് കഴുകിയെടുക്കണേ. സംഭവം കഴുകിയെടുത്തപ്പോഴത്തേനും കുത്തിരിയൊക്കെ കൂടി വെള്ളരി ആയിട്ടോ. എന്നാലും വീട്ടിലൊരു കാര്യം തുടങ്ങി വെച്ചല്ലേ, അവസാനിപ്പിക്കേണ്ട. അങ്ങനെ നമ്മൾ ആ കുത്തിരി നല്ലോണം കഴുകി പിറ്റത്തെ ദിവസം നമ്മൾ നല്ലോണം ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കുക. അല്ലടാ, മിക്സീൻ്റെ ജാറ് മാറിപ്പോയി, ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടുണ്ടോ പൊടിക്കാൻ. അങ്ങനെ നല്ലോണം ഇതാ പൊടിച്ചിട്ട് ഒന്ന് ലേശം ഉപ്പ് വെള്ളം കൊണ്ട് കൂട്ടി ഒന്ന് കുഴച്ചെടുക്കുക. ഇനി അടുത്ത പരിപാടി എന്താ, ഇതൊന്ന് ആവിക്കുക അല്ലേ. സത്യം പറഞ്ഞാൽ ഞാനിവിടെ പുട്ടുണ്ടാക്കി വെറുപ്പിച്ച് ചെയ്യും. കാരണം അജ്മീൻ്റെ പുട്ടുപൊടി വാങ്ങാൻ ഉണ്ടാക്കുക, കാരണം എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനം അതാണല്ലോ. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് വെറൈറ്റി പിടിക്കുക വെച്ചിട്ടാണ് ഈ കുത്തിരി പുട്ടിലേക്ക് മാറി. അങ്ങനെ നമ്മൾ പുട്ട് ആവിക്കുക, സംഭവം പുട്ട് റെഡി. ഒന്നെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻ പഴവും പപ്പടവും, അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻ എന്തായിരിക്കും, നമ്മളെ സ്ഥിര ഐറ്റം തന്നെ നമ്മളെ പുട്ടും ബീഫും. അപ്പം നല്ല കുറുന്നനുള്ള നമ്മൾ ബീഫും പിന്നെ ആ ചൂടോട് കൂടിയുള്ള പുട്ടിൻ്റെ മേലെ കൂടെ അങ്ങോട്ട് വെച്ച് തിന്നപ്പോണ്ടല്ലോ, സംഭവം കിടുമായിരുന്നു കേട്ടോ. നമ്മളെ സാധാ പുട്ടിന് ശരിക്കൊരു വെറൈറ്റി പുട്ടിനെ കേട്ടോ ഈ കുത്തിരി പുട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കാം. ഇത്രയുള്ള